അങ്ങോട്ടാണ് നമ്മുടെ എനർജി വരുന്നത്. ഒരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ വീട്ടിൽ റോസാപ്പൂ ഉണ്ടാവും. റോസാപ്പൂ ഉള്ള കൈകൊണ്ട് വെരി ഗുഡ്. ഈ റോസച്ചെടിയിൽ റോസാണോ മുള്ളാണോ കൂടുതൽ? മുള്ളു. പക്ഷെ ഇന്ന് വരെ ആരെങ്കിലും ഈ ചെടിയെ മുൾച്ചെടി എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? നമ്മൾ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? പൂവിനെ. അതുകൊണ്ട് നമ്മൾ റോസാ ചെടി എന്ന് വിളിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ പല സന്ദർഭങ്ങളുണ്ടാകും. നമ്മുടെ കൂട്ടുകാർക്കിടയിൽ പല സ്വഭാവ വൈകല്യങ്ങൾ കാണും. നിങ്ങൾക്ക് പല സ്വഭാവ വൈകല്യങ്ങൾ കാണും. അത് നിരീക്ഷിക്കുന്ന ആരാണ്? മോണിറ്റർ ചെയ്യുന്ന ആരാണ്? ടീച്ചേഴ്സും പേരൻസുമാണ്, അല്ലേ? പക്ഷേ കൂട്ടുകാരെന്ന നിലയിൽ ഒരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരിയോ പരസ്പരം നമുക്കൊരു വൈരാഗ്യം ഉണ്ടെടുക്കുന്നതായിരിക്കും, ഒരു തർക്കം ഉണ്ടെടുക്കുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ ആ തർക്കത്തിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് എൻ്റെ കൂട്ടുകാരിയിൽ നിന്നും എൻ്റെ കൂട്ടുകാരിൽ നിന്നും എനിക്ക് എന്തെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാനുണ്ടോ, എനിക്കെന്തെങ്കിലും നല്ലത് പഠിക്കാനുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആ ഒരു ലക്ഷ്യം വെച്ച് നിങ്ങൾ കൂട്ടുകാരനെ ഒന്ന് സമീപിച്ച് നോക്കുകയും. ഒന്നുകിൽ അവളുടെ യൂണിഫോം വെയർനെസ് ആയിരിക്കും, അല്ലെങ്കിൽ അവളുടെ ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ അവളുടെ സംസാര ശൈലി ആയിരിക്കാം, അല്ലെങ്കിൽ അവൾ ക്ലാസ്സിൽ ഉത്തരം പറയുന്ന രീതിയായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ കൃത്യസമയത്ത് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്താ അവൾ വാഷ്റൂം യൂസ് ചെയ്യുന്ന കറക്റ്റായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് യൂസ് ചെയ്യുക, അവളുടെ ഷൂ, അവളുടെ ടൈ ഉണ്ടെങ്കിൽ വിട്ടല്ല, ഓവർ കോട്ടിന്റെ രീതി, മഫ്ത ഇടുന്ന രീതി. മനസ്സിലായില്ലേ? ആ കൂട്ടത്തിൽ ചിലപ്പോൾ ഇച്ചിരി കുസൃതിത്തരങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കും. നഖം കടിക്കുന്ന സ്വഭാവം ഉണ്ടാകാം, അടുത്തിരിക്കുന്ന ആളിന്റെ ബുക്കിൽ കുത്തിവരിക്കുന്ന സ്വഭാവം ഉണ്ടാകാം. ഇതിലേക്കൊന്നും നമ്മൾ നോക്കണം.